ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കുന്നത് വാഷർ മെത്തേഡാണ്. സോ ഈ ഒരു വാഷർ മെത്തേഡ് യൂസ് ചെയ്യുന്നത് രണ്ട് ഫംഗ്ഷനിൽ നിന്ന് ചെറിയൊരു ഭാഗം നമുക്ക് അതിൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കണം, ഒരു സ്പിൻ ചെയ്യും. സോ ഈ ഒരു ഫംഗ്ഷൻ ഇതാവുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ കൂടെയാണ് കറങ്ങുന്നത്. ഓക്കെ, എക്സ് ആക്സ് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് y = എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഒന്ന് ഡ്രോ ചെയ്തിട്ട് അത് എക്സ് ആക്സിസിൽ കൂടെ കറങ്ങുന്നൊന്ന് ഡ്രോ ചെയ്യാം. സോ ഇതാണ് y = സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എക്സ് ആക്സിസിൽ കൂടെ കറങ്ങുന്ന സമയത്ത് 0 to 3 ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇത് കറങ്ങുന്നത് എക്സ് ആക്സിസിലായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ജനറേറ്റ് ചെയ്യും. സോ ഈ ഒരു ഷേപ്പിൻ്റെ വോളിയമാണ് നമ്മൾ സാധാരണ ഡിസ്ക് മെത്തേഡൊക്കെ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. പക്ഷെ നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ കൂടെ ഗ്രാഫ് ചെയ്യാം. സോ ഇതും അതേപോലെ y = എക്സ് എന്ന് പറയുന്നത് 0 to 3 എക്സ് ആക്സിസ് പോലെ കറങ്ങുകയാണ്. എക്സ് വാല്യൂ ആണ് 0ഉം 3ഉം. ഓക്കെ, 0 to 3 ആണ് ഇതിൻ്റെ എക്സിൻ്റെ, അതായത് ഇതിൻ്റെ നീളം. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ടെണ്ണം കൂടെ വരച്ചിട്ട് അതിൽ കിട്ടുന്ന ഒരു ഇൻ്റർസെക്ഷൻ പോയിൻറ്റിൻ്റെ, അപ്പം ഇത് സോ ഈ രണ്ടെണ്ണം കൂടി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഇൻ്റർസെക്ഷൻ പോയിൻ്റ് വരും. അവിടുത്തെ വോളിയമാണ് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് അതൊന്ന് വരച്ച് നോക്കാം. സോ അതിങ്ങനെ ആയിരിക്കും ഉണ്ടാവും ഇൻ്റർസെക്ഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എക്സ് ആക്സിസ് കൂടെ കറക്കുന്ന സമയത്ത് അത് നമുക്ക് എങ്ങനെ കിട്ടും നോക്കാം. സോ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കിട്ടും. ഈ വൈറ്റ്, അതായത് ഈ ഷെയ്ഡ് ചെയ്യാത്ത പാർട്ട് ഫുള്ള് എംപ്റ്റി ആണ്. ഈ ഷെയ്ഡ് ചെയ്ത പാർട്ട് മാത്രമാണ് നമുക്ക്, ഈ ഷെയ്ഡ് ചെയ്ത പാർട്ടിൻ്റെ ഇത് മാത്രം വോളിയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിന് വേണ്ടിയാണ് നമ്മൾ വാഷർ മെത്തേഡ് യൂസ് ചെയ്യേണ്ടത്. അത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഇതിൽ നിന്ന് ഈ ഒരു ഫംഗ്ഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എങ്ങനത്തെ ഷേപ്പായിരിക്കും. നമുക്ക് ഈ ഒരു ഷേപ്പ് ഇതിലേക്ക് വരയ്ക്കാം. ഓക്കെ, അതായത് ഈ ഫംഗ്ഷനിൽ നിന്ന് ഈ ഒരു ഫംഗ്ഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അൺഷെയ്ഡഡ് പാർട്ട് കണ്ടില്ലേ, വെള്ള പാർട്ട്, അവിടെയാണ് ഈ ഒരു ഫംഗ്ഷൻ നിൽക്കുന്നത്. അതിൻ്റെ അപ്പുറത്തൊക്കെ ഷെയ്ഡഡ് പാർട്ടാണ്. സോ അവിടുത്തെ വോളിയം തന്നെയാണ് ഇവിടെയും കണ്ടുപിടിക്കുക. കാരണം ഇവിടുത്തെ കുറച്ച് വലിപ്പം കൂടി, അത് നോക്കണ്ട, അതിൻ്റെ ഡ്രോയിങ്ങിൻ്റെ പ്രശ്നമാണ്. സോ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പ്, ഈ ഷെയ്ഡഡ് ഏരിയ അല്ലെങ്കിൽ ഈ ഷെയ്ഡഡ് ഏരിയത്തിൻ്റെ വോളിയം കിട്ടും. സോ ഫസ്റ്റ് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഈ രണ്ട് ഫംഗ്ഷനിൽ ഡിസ്ക് വരയ്ക്കാം. സോ ലെറ്റ്സ് സേ വാഷറും വരയ്ക്കാം. സോ വാഷർ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ടച്ച് ചെയ്യണ പോലെ വരയ്ക്കാം. ഞാൻ വരയ്ക്കാം. സോ നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതൊരു ഡിസ്ക് ആയിട്ട് നിങ്ങൾ വിചാരിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് കണ്ടുപിടിക്കാം. അതായത് ഇതിൻ്റെ ഈ ഒരു ഷേപ്പ് y = എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സിൻ്റെ ഇതൊന്ന് വെറുതെ ഒന്ന് കണ്ടുപിടിക്കുക. സോ അപ്പോൾ ഇത് 1 to 3 ആട്ടോ, അല്ല സോറി 0 to 3 ആണ് ഇതിൻ്റെ എക്സ് വാല്യൂ. സോ നമ്മളിതാ ഇതിൻ്റെ ഇത് കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ എടുത്ത് മൈനസ് ചെയ്യണം. സോ ഫസ്റ്റ് ഈ ഒരു ഇതിൻ്റെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് കിട്ടും ദ ഇൻ്റഗ്രൽ ഫ്രം 0 to 3 ഓഫ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ടൈംസ് പൈ. ഓക്കെ, പൈ നമുക്ക് ഫ്രണ്ടിൽ ഇടാം. സോ അതായത് ഇതൊരു എന്താണ്, ഒരു ഇതുപോലത്തെ ഷേപ്പാണ്. ഈ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ കണ്ടു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരേറ്റ ഇവിടേക്ക് ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വോളിയം കിട്ടും. സോ അതാണ് സംഭവം. ടൈംസ് ദ ലിറ്റിൽ വിത്തിന്, ആ ഒരു ചെറിയൊരു വിത്ത് ഉണ്ടാവുമല്ലോ, അതിനാണ് നമ്മൾ dx വിളിക്കുക. ആ ഡിസ്കിൻ്റെ ചെറിയൊരു വിത്ത് ടൈംസ് dx. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അത് കിട്ടിക്കഴിഞ്ഞു. ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വോളിയം കിട്ടും. മൈനസ് ഇതിൻ്റെ വോളിയം ചെയ്യാം. ഇൻ്റഗ്രൽ ഫ്രം 0 to 3 തന്നെ ഇതിൻ്റെ വോളിയം, അതായത് πr² ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, പൈ എന്ന് പറയുന്നത് റേഡിയസിലേക്ക്, അതായത് പൈ അല്ല, ഇതിൻ്റെ ഡിസ്കിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്, ഡിസ്കിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് y ആക്സിസിലേക്ക് കറക്റ്റാണ്. y = എക്സ് ആണ്, ടൈംസ് x² ആക്കണം. y² പകരം x². ഓക്കെ, x² ടൈംസ് ദ ലിറ്റിൽ വിത്ത്, ആ ഒരു ചെറിയൊരു വിത്ത് dx. നമുക്കിത് ഇവാലുവേറ്റ് ചെയ്യാം. സോ ഇത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ടൈംസ് എക്സ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ടൈംസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് എക്സ് ആണ്. സോ നമുക്ക് വേണ്ടത് ഇത് പൈ ടൈംസ് ഇൻ്റഗ്രൽ ഫ്രം 0 to 3 ഓഫ് എക്സ് dx മൈനസ് ഇൻ്റഗ്രൽ ഫ്രം 0 to 3 ഓഫ് x² dx. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഇതിൻ്റെ എന്തായിരിക്കും, പൈ ടൈംസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് x² അതുകൊണ്ട് പോയി x⁻² / 2 വാലുവേറ്റ് ഫ്രം 0 to 3 മൈനസ് ഇതിൻ്റെത് x³ / 3 പൈ ഉണ്ട് കേട്ടോ, ഞാൻ പൈ മറന്നു, ഇവിടെ പൈ ഉണ്ട്.
pi x cube divided by 3 times the little widthness and evaluate from 3 to 0. നമുക്ക് evaluate ചെയ്യാം. Is going to be 3 square എന്ന് പറയുന്നത് 9 ആണ്. 9 divided by 2 times pi minus 3 എന്ന് പറയുന്നത് 27, അത് വേണ്ടിയിട്ട് 9 pi. അതായത് 3 ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. 27 ഡിവൈഡ് ബൈ 3 ഇതാണ്. 27 ഡിവൈഡ് ബൈ 3 9 ആണ്. സോ അതിൻ്റെ ഒപ്പം ഇതും കൂടെ കൂടുമ്പോൾ നമുക്ക് കിട്ടും. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ. സോ യെസ്, നമുക്ക് വേണമെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. സോ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി 9/2 പൈ മൈനസ് ഇതിനെ നമുക്ക് എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം. എന്തായിട്ട് 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും 19 പൈ ഡിവൈഡ് ബൈ 2. സോ 9 minus 18 pi going to be negative 9 pi divided by 2. So this is the answer. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ലീവ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. സോ ബൈ ബൈ ഗൈസ്, ഇത്രയേ ഉള്ളൂ.